അസ്സലാമു അലൈക്കും. അലി ഗുരുക്കൾ മഞ്ചേരി. ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചൂടാണല്ലോ, നല്ല അപാരമായ ചൂട്, ഹീറ്റുള്ള സമയമാണ്. ഇപ്പം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. സാധാരണക്കാരെ, ജോലിക്കാർ, കൂലിപ്പണിയെടുക്കുന്ന ആളുകളുടെയൊക്കെ സ്ഥിതി മറ്റുള്ള എല്ലാ ആളുകൾക്കും, യാത്രക്കാർക്കും, പൊതുവെ എല്ലാവർക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പുമാണ്. അപ്പോൾ അതിൽ ആയുർവേദ വിധിപ്രകാരം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഒറ്റമൂലി പഴയ കാരണവന്മാരൊക്കെ ശീലിച്ചു പോന്നിരുന്ന ഒരു കാര്യം പറയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ തെളി മാത്രം, അതിൻ്റെ ആ മട്ട് കൂടാതെ തെളി മാത്രം എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് എടുത്ത് വയ്ക്കുക. അത് മൺപാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്. മൺപാത്രത്തിലെടുത്തിട്ട് പരമാവധിയുള്ള തെളി എടുത്തിട്ട് വയ്ക്കുക. എന്നിട്ട് അത് രാവിലെ എടുത്ത് വെച്ചാൽ വൈകുന്നേരം വരെ, ഏകദേശം അതിൻ്റെ കണക്ക് ഒരു ദിവസത്തെ സമയമെങ്കിലും വേണമെന്നുള്ളതാണ്. പിന്നെ ഈ മൺപാത്രത്തിലിട്ട് അടച്ചു വെച്ചതിന് ശേഷം അത് ഉപയോഗിക്കാൻ നേരത്ത് ഒരല്പം ഉപ്പിടുക. വേറെ ദോഷമൊന്നും വരില്ല, ഉപ്പിടുക. അപ്പോൾ ചെറിയ പുളിപ്പ് വന്നിട്ടുണ്ടാവും, ആ പുളി വരണം. അപ്പോൾ മറ്റ് ഉള്ള ദോഷങ്ങളും രോഗങ്ങളുള്ളവർക്കൊന്നും ഇതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ കഞ്ഞിവെള്ളം ആ തണുപ്പോടുകൂടെ തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കഫക്കെട്ടിൻ്റെയും ശല്യമൊന്നും ഇല്ലാത്തവർക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കഞ്ഞിവെള്ളത്തിനെ സംബന്ധിച്ച് പൊതുവേ അങ്ങനെ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല മരുന്ന് ജ്യൂസ് അതാണ്. ആ വെള്ളം നോമ്പ് തുറക്കുന്ന സമയത്ത് ആദ്യം കുടിക്കാൻ ശീലിക്കും. ആദ്യം ആ വെള്ളമായിരിക്കട്ടെ. ഒരു കപ്പ് വെള്ളമെങ്കിലും, അതായത് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലിറ്ററിൻ്റെ അടുത്തെങ്കിലുമൊക്കെ വേണം. എന്നാലും ഒരാളെ വയറ്റിലേക്ക് എത്തിയാൽ എന്തെങ്കിലും കാര്യം കിട്ടുള്ളൂ. കുട്ടികൾക്കും കൊടുത്ത് ശീലിക്കുക, പ്രായമുള്ളവരൊക്കെ പ്രത്യേകിച്ച് കഴിക്കുക, എല്ലാവരും കഴിക്കുക. പൽച്ചക്ക് എന്നറിയില്ല, നമ്മൾ പുലർച്ചെ അത്താഴം കഴിക്കുന്ന സമയത്ത്, ആ സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. യുക്തി പോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ചുരുക്കം ഇത്രയേ ഉള്ളൂ. കഞ്ഞിവെള്ളം എടുത്തിട്ട് മൺപാത്രത്തിലിട്ട് അടച്ചു വയ്ക്കുക. അത് നല്ലവണ്ണം ഭദ്രമായി മൂടി വെച്ചതിന് ശേഷം കഴിക്കാൻ നേരത്തെ ഒരു അല്പം ഉപ്പിട്ടിട്ട് കഴിക്കാം. ചെറിയൊരു പുളിയോടുകൂടെ കഴിക്കുക. വളരെ നല്ല ഔഷധമാണ്. ഒന്ന് ശീലിച്ച് നോക്കൂ. ഒരു ചൂടും നമ്മൾ ഏശൂല. അത് കഴിച്ചതിന് ശേഷം വെയിലത്തേക്ക് ഇറങ്ങി നോക്കൂ, ഒരു ബുദ്ധിമുട്ടും വരില്ല. സാധാരണക്കാരനായ പണിക്കാർ, ആളുകളൊക്കെ ജോലിക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇത് ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ചെറിയ അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മറ്റുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.